ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ നല്ലൊരു അവിയൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് പച്ചക്കറികളാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് ചേന എടുത്തിട്ടുണ്ട്. ചേനയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലാണ്, അതിൻ്റെ പേരിൽ ഇച്ചിരി കനം കുറച്ചിട്ട് വേണം ചേന അരിയാനായിട്ട്. ചേന ചേർക്കാം. എല്ലാം നീളത്തിൽ വേണം കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. കൂടെ അതേ അളവിൽ തന്നെ മത്തൻ എടുത്തിട്ടുണ്ട്, മത്തങ്ങ അതും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക കുറച്ച് കനം കൂടുതലായിട്ട് അരിയാവുന്നതാണ്. തീരെ കനം കുറഞ്ഞിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു പോകും. ഇനി ക്യാരറ്റ് ചേർക്കാം. പിന്നെ വേണ്ടത് പടവലമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്ത പച്ചക്കായ. 1/2 കപ്പ് അളവിൽ മാത്രമേ ബീൻസ് എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം എല്ലാ കഷ്ണങ്ങളിലേക്കും ഒന്നാകുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് 2-3 തവണ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. വെള്ളം എങ്ങാനും കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്ന് വേകട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1 കപ്പ് നിറയെ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 5-6 ചെറിയുള്ളി കൂടി. ഇനി ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനി വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തീരെ സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, ഇതുപോലെ വേണം ഉണ്ടാകാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടിട്ട് ഇനി ഇളക്കി കൊടുക്കരുത്, എങ്കിൽ എല്ലാം കൂടി അങ്ങ് പൊടിഞ്ഞു പോകും. നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. കുറച്ച് പുളിയുള്ള തൈര് വേണം ചേർക്കാനായിട്ട്, എന്ന് വെച്ചിട്ട് അധികം പുളി ഉണ്ടാവാൻ പാടില്ല. തൈരിന് പകരം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം, പച്ചമാങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. കൂടുതൽ രുചികരം തൈര് ചേർക്കുമ്പോഴാണ്. ഇനി ഇതിനോടൊപ്പം ഒരല്പം കറിവേപ്പിലയും കൂടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റിൽ നമുക്ക് 1-2 ടീസ്പൂൺ അളവിൽ മാത്രം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ അവിയൽ കിട്ടുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ അവിയൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ സദ്യകളിൽ ഒഴിവാക്കാനാകാത്ത ഒന്ന് തന്നെയാണ് അവിയൽ എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.